നിങ്ങൾക്കറിയാവോ ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകൾക്കും ലൈഫ് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 2022 ഒരു എക്കണോമി സർവേ പ്രകാരം 100 പേര് നമ്മൾ എടുത്താൽ അതിൽ 3 പേർക്ക് മാത്രമേ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് എപ്പോഴും ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന 2015. സോ ഈ ഒരു സ്കീമിന്റെ കീഴിൽ എല്ലാ ഇന്ത്യൻ പൗരനും അഫോർഡബിൾ ലൈഫ് ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് സമൂഹത്തിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കൊക്കെ. സോ എന്താണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന സ്കീമിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സോ ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ്സ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെ നിങ്ങൾക്ക് ഇത് എൻറോൾ ചെയ്യാം, ക്ലെയിം ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ലൈഫ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരു റിന്യൂവബിൾ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണിത്. സോ ബാക്കിയുള്ള ഏതൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെ തന്നെ ബെനിഫിഷ്യറിക്ക് പോളിസി ഹോൾഡറിന് മരണപ്പെട്ട ഒരു സം അഷ്യൂർഡ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2015 ഈ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോളിസി എടുത്ത ആൾ പോളിസി ടൈമിൽ നിശ്ചയിച്ച നോമിനിക്ക് 2 ലക്ഷം രൂപ നൽകും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്കീമിൽ 18 മുതൽ 50 വയസ്സിനിടയ്ക്കുള്ള എല്ലാ സബ്സ്ക്രൈബിംഗ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും 2 ലക്ഷം രൂപയുടെ പുതുക്കാവുന്ന ഒരു വർഷത്തെ ലൈഫ് കവറേജ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർക്ക് ഒരു വർഷം 436 രൂപയുടെ പ്രീമിയം സബ്സ്ക്രൈബറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്കീം പ്യുവർ ടേം ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ ഇവിടെ മരണപ്പെട്ട 2 ലക്ഷം രൂപ സം അഷ്യൂർഡ് ലഭിക്കും. പക്ഷേ സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ സർവൈവൽ ബെനിഫിറ്റ് ഒന്നും ഇല്ല ഇവിടെ. അതായത് നോമിനിക്ക് പോളിസി ഹോൾഡർ മരണപ്പെട്ടാൽ മാത്രമേ എമൗണ്ട് കിട്ടുള്ളൂ. ഈ ഒരു സ്കീം കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് അതുപോലെ പബ്ലിക് ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പോൾ ഇവര് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയിട്ട് ഇവർക്ക് ടൈ അപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാവോ ഈ ഒരു സ്കീം തുടങ്ങിയത് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കീമിന്റെ കീഴിൽ 144 മില്യൺ ബെനിഫിഷ്യറീസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 നവംബർ 30 വരെ നോക്കുകയാണെങ്കിൽ 6,30,000 ക്ലെയിമുകൾ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ആദ്യത്തെ ഫീച്ചർ വരുന്ന ഇതാണ്. ഈ ഒരു സ്കീം കവർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾ അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു 18 മുതൽ 50 വയസ്സുള്ള എല്ലാവർക്കും ഈ ഒരു സ്കീം അവൈലബിൾ ആണ്. സോ ബാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉള്ള ആർക്ക് വേണമെങ്കിലും ലൈഫ് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ടവർ അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. സോ അവരുടെ പ്രീമിയം എമൗണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ലൈഫ് ഇൻഷുറൻസിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് പുതുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഒരു വർഷത്തേക്ക് ലൈഫ് കവറേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പോളിസി ഹോൾഡറിന് 55 വയസ്സ് എത്തും വരെ എല്ലാ വർഷവും പോളിസി പുതുക്കാവുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു സ്കീം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എൻറോൾമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോളിസിയുടെ കവറേജ് ഒരു വർഷത്തേക്കാണ്. അപ്പോൾ എല്ലാ വർഷവും 1 ജൂണിൽ തുടങ്ങും, എന്നിട്ട് അടുത്ത വർഷം 31 മെയ്യിൽ ഇതുവരെ ഇത് വാലിഡ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2022 ഇത് സ്റ്റാർട്ട് ചെയ്ത് 1 ജൂൺ 2022 എന്നിട്ട് 31 മെയ് 2023 വരെ വാലിഡ് ആയിരിക്കും. അപ്പോൾ പോളിസി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് വരുന്നത് 25 മെയ് ടു 31 മെയ്ന്റെ ഇടയ്ക്കായിരിക്കും. ഇനി നാലാമത്തെ ഫീച്ചർ കവറേജ് ആണ്. അപ്പോൾ ഒരു അഫോർഡബിൾ പ്രീമിയത്തിൽ നല്ല കവറേജ് ആണ് ഈ ഒരു സ്കീം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ കീഴിൽ പോളിസി ഹോൾഡറിന് നോമിനിക്ക് 2 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും. അതായത് പോളിസി ഹോൾഡർ മരണപ്പെട്ട നോമിനിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. അപ്പോൾ ഈ ഒരു 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു വലിയൊരു എമൗണ്ട് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫിഫ്ത്ത് ഫീച്ചർ വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ കീഴിൽ എൻറോൾ ചെയ്ത പുതിയ മെമ്പേഴ്സിന് റിസ്ക് കവർ എൻറോൾ ചെയ്ത് 30 ദിവസം കഴിഞ്ഞിട്ട് ബാധകമാകുള്ളൂ. അതായത് എൻറോൾ ചെയ്ത ഡേറ്റിൽ നിന്ന് അതായത് 30 ദിവസം ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ആക്സിഡന്റ് കാരണമാണ് മരണപ്പെടുന്നെങ്കിൽ ഈ ക്ലോസ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 1 ജൂൺ 2022 ഒരു വ്യക്തി പോളിസി എൻറോൾ ചെയ്യുകയാണ്. പക്ഷേ എന്തോ ഒരു അൺഎക്സ്പെക്ടഡ് കാരണം കൊണ്ട് ആ ഒരു വ്യക്തി 15 ജൂൺ 2022 മരണപ്പെടുവാണ്. അങ്ങനെയെങ്കിൽ നോമിനിക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കില്ല. പക്ഷേ ഈ ഒരു മരണം ആക്സിഡന്റ് കാരണമാണെങ്കിൽ എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ ഓരോ വർഷവും ബ്രേക്ക് ഇല്ലാതെ പുതുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇനി അടുത്തത് ടെർമിനേഷൻ ആണ്. അപ്പോൾ പോളിസി ഹോൾഡറിന് 55 വയസ്സ് എത്തുമ്പോഴേക്കും പോളിസി ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ആവശ്യത്തിലുള്ള ഫണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസി ടെർമിനേറ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു സ്കീമിൽ പല തവണ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കവറേജ് വരുന്നത് 2 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഷുറൻസ് കവറൊക്കെ ടെർമിനേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം ക്യാൻസൽ ആകുന്നതായിരിക്കും. ഇനി അടുത്ത് പ്രീമിയം പേയ്മെന്റ് മോഡാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയം ഓട്ടോ ഡെബിറ്റ് മോഡിൽ മാത്രമേ നമുക്ക് ഇവിടെ അടയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളൊരു പോളിസി എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്നതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പോളിസി പ്രീമിയം അടയ്ക്കാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ പുതുക്കാനുള്ള പ്രീമിയം എമൗണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എന്നാലും നിങ്ങളുടെ പ്രീമിയം പേയ്മെന്റ് ഡിഡക്ഷൻ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നത് നിൽക്കുള്ളൂ. ഇപ്പം ഈ ഒരു സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സ്കീമിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകുമല്ലോ എന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ആദ്യത്തെ ബെനിഫിറ്റ് വരുന്നത് ഇവിടുത്തെ പ്രീമിയം എമൗണ്ട് അഫോർഡബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ബേസിക് പ്രീമിയം എമൗണ്ട് വരുന്നത് 436 രൂപയാണ്. അപ്പോൾ ഇത് പോളിസി എൻറോൾ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് കുറയ്ക്കാം. അപ്പോൾ ഈ ഒരു സ്കീമിൽ പ്രീമിയം എമൗണ്ട് റിവൈസ് ചെയ്തിട്ടാണ് ഇപ്പം 436 രൂപയായത്. മുമ്പ് ഇത് വെറും 330 രൂപ മാത്രമായിരുന്നു. ഇനി അടുത്ത ടാക്സ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോളിസിയിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ഇൻകം ടാക്സിൽ സെക്ഷൻ 80C നമുക്കൊരു 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന സം അഷ്യൂർഡ്, അതായത് പോളിസി ഹോൾഡർ മരണപ്പെടുമ്പോൾ ലഭിക്കുന്ന 2 ലക്ഷം രൂപ ടാക്സബിളും അല്ല. ഇനി അടുത്ത ബെനിഫിറ്റ് സം അഷ്യൂർഡ് ആണ്. ഇവിടെ പോളിസി ഹോൾഡർ മരണപ്പെട്ട 2 ലക്ഷം രൂപ വരെ എമൗണ്ട് കിട്ടും. അതിപ്പോൾ എന്ത് റീസൺ കൊണ്ട് മരണപ്പെട്ടാൽ, ഈവൻ ഇപ്പം അതൊരു സൂയിസൈഡ് ആണെങ്കിൽ പോലും നോമിനിക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കും. സോ ഇതുവരെ നമ്മൾ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ പോളിസി എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 18 മുതൽ 50 വയസ്സിൻ്റെ ഇടയ്ക്ക് പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ കവറേജ് 55 വയസ്സ് വരെയാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ നിങ്ങൾക്ക് ഈ സ്കീം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് ലഭിക്കുള്ളൂ. ഇനി പോളിസിയുടെ കോസ്റ്റ് എത്രയാ വരും എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പോളിസിയുടെ പ്രീമിയം എത്രയാണ്? അപ്പോൾ ഈ ഒരു പോളിസിയുടെ പ്രീമിയം എമൗണ്ട് അഫോർഡബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഇന്ത്യയിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയുള്ള ഫാമിലീസിന് തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് പോളിസി എടുക്കുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് വരുന്നത് ഒരു വർഷത്തേക്ക് 436 രൂപയാണ്. അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ട് നിങ്ങൾ ഏത് ക്വാർട്ടറിലാണോ ജോയിൻ ചെയ്യുന്നത് അതനുസരിച്ച് മെമ്പേഴ്സിൻ്റെ പ്രോ റാറ്റ ബേസിലായിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്കീമിന്റെ എല്ലാ ഐഡിയയും നിങ്ങൾക്ക് കിട്ടിക്കാണും. അതായത് നമ്മളിപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു, ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു, എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു, പ്രീമിയം എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റും അതായത് ഈ ഒരു പോളിസി വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പോളിസി എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു പിടി ഉണ്ടാവില്ല, അല്ലേ? സോ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്കീം നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഇതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ LIC അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സായിട്ട് ടൈപ്പ് ഉള്ള ബാങ്കുകൾ വഴി നിങ്ങൾക്ക് ഇത് എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓഫ്ലൈൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഭാഷയിലാണ് ഫോം വേണ്ടത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള നിങ്ങളുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് നിങ്ങളോട് കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിരിക്കും. സോ ആ ഒരു ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ രജിസ്റ്റേർഡ് ആവുന്നതായിരിക്കും. ഇനി ഓൺലൈൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് പിൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്ക് ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇൻഷുറൻസ് എന്ന ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സോഷ്യൽ സർവീസ് സ്കീം സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾ പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ലിങ്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ അക്കൗണ്ട് ഓട്ടോ ഡെബിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പോളിസിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് എങ്ങനെയാണ് സം അഷ്യൂർഡ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ അറിയണ്ടേ. ക്ലെയിം ചെയ്യാൻ വേണ്ടി നോമിനി ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമിൽ നമ്മൾ എടുത്ത് സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കുക.
എന്നിട്ട് ക്ലെയിം ഫോം അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഡിസ്ചാർജ് റെസിപ്റ്റ്സ് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോം, റെസീറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി മരണവിവരം ബാങ്കിന് ലഭിച്ചതിന് ശേഷം ബാങ്ക് ആദ്യം നോക്കും മരണസമയത്ത് ആളുടെ ലൈഫ് ഇൻഷുറൻസ് കവർ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. അത് അവർ നോക്കുന്നത് ഇങ്ങനെയാണ്, അതായത് മരണപ്പെടുന്നതിന് മുമ്പുള്ള 1st ജൂണിൽ പ്രീമിയം പേയ്മെന്റ് കൺഫേം ചെയ്തിരുന്നോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ക്ലെയിം ഫോം അതുപോലെ തന്നെ ബാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ബാങ്ക് വെരിഫൈ ചെയ്യും. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ബാങ്ക് ഡോക്യുമെന്റ്സ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഇനിയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ റോൾ വരുന്നത്. അപ്പോൾ ഇൻഷുറർ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യും. അപ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം സക്സസ്ഫുള്ളി വെരിഫൈഡ് ആയതിനു ശേഷം നോമിനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ലെയിം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പൊതുവേ ഇൻഷുറൻസ് കമ്പനി ഏകദേശം ഒരു 30 ദിവസം എടുക്കും ക്ലെയിം എമൗണ്ട് അപ്രൂവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൈഫ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലൈഫ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ ഡൗൺ പോകാതെ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാൽ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനൊരു സമാധാനം തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു സെക്യൂർഡ് ഫീലും നമുക്ക് ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന്? അപ്പോൾ സിമ്പിളായിട്ട് ആൻസർ പറയാം, ലൈഫ് പ്രഡിക്റ്റബിൾ അല്ല, പക്ഷെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.